നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പീച്ചി ഡാമിൽ നിന്ന് പരിധിയിൽ കൂടുതൽ വെള്ളം തുറന്നുവിട്ട് ദുരിതം ബാധിച്ചവർക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. മാലിന്യ സംസ്കരണ രംഗത്ത് തൃശൂർ കോർപ്പറേഷൻ പൂർണ്ണ പരാജയമാണെന്ന് UDF നേതാവ് രാജൻ ജെ പല്ലൻ. പിണറായി സർക്കാർ സ്ത്രീവിരുദ്ധ സർക്കാരാണെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല. പീച്ചി ഡാം അനിയന്ത്രിതമായി തുറന്നുവിട്ട് ജനങ്ങളെ വെള്ളത്തിൽ മുക്കി വൻ നാശനഷ്ടം സൃഷ്ടിച്ച സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് BJP പീച്ചി മണ്ഡലം കമ്മിറ്റി നടത്തിയ ഉപവാസ സമരം MT രമേശ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പരിധിയിൽ കൂടുതൽ പീച്ചി ഡാം നിറയുന്നു. ദിവസങ്ങളോളം നിസ്സംഗത. 10 മണിക്കൂറിനുള്ളിൽ 72 ഇഞ്ച് വെള്ളം തുറന്നുവിടുന്നു. കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെയും പുഴയും തോടുകളും നവീകരിക്കണമെന്ന ആവശ്യമുയർത്തിയും ദുരിതബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനകീയ പ്രതിഷേധം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KC അഭിലാഷ്, ലീലാമ, തോമസ്, ജോണി ചിറയത്ത്, MU മുത്തു, KP ചാക്കോച്ചൻ, ജോൺസൺ മല്ലിയത്ത്, A സേതുമാധവൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ആവശ്യമായ തീരുമാനങ്ങളെടുത്ത് ചില സ്ഥലങ്ങളിൽ ഇവിടെ അടച്ചിടുന്ന സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അത് ഞങ്ങൾ തുറന്നുവിട്ട് ആരോടും ചോദിക്കാതെ ഇവിടുത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വെള്ളക്കെട്ട് വന്നപ്പോൾ ഇവിടുത്തെ മുത്തുവും അതുപോലെ ഭാസ്കരനും അടങ്ങുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട മുഴുവൻ രാഷ്ട്രീയം നോക്കാതെ, കക്ഷി നോക്കാതെ, വ്യത്യസ്തമായി എല്ലാവരും എന്നോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വന്ന് ആരുടെയും മുഖം നോക്കാതെ തുറന്നുവിട്ട് ഇവിടുത്തെ വെള്ളക്കെട്ട് തീർക്കാനുള്ള പെട്ടെന്ന് അതിനാവശ്യമായ നിയമ നടപടികൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പ്രാഥമികമായി അതിന്റെ കാലുകൾ ഉണ്ടാക്കി അതിനുവേണ്ട ചെലവ് NHന്റെ പോക്കറ്റ് നോക്കാതെ നിയമസഭയിൽ എനിക്ക് അനുവദിച്ച ആസ്തി വികസനത്തിൽ നിന്ന് ഫണ്ട് വെച്ചുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ശുദ്ധീകരിച്ചു. എന്നാൽ അത് ഇവിടെ ഈ നടന്ന കഴിഞ്ഞ ഈ പ്രളയത്തിൽ നമ്മളിവിടെ തുറന്നുവിട്ട ഇപ്പൊ ഇവിടെ പറയുകയുണ്ടായി. പീച്ചി ഡാം അനിയന്ത്രിതമായി തുറന്നുവിട്ട് ജനങ്ങളെ വെള്ളത്തിൽ മുക്കി വൻ നാശനഷ്ടം സൃഷ്ടിച്ച സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് BJP പീച്ചി മണ്ഡലം കമ്മിറ്റി നടത്തിയ ഉപവാസ സമരം MT രമേശ് ഉദ്ഘാടനം ചെയ്തു. BJP പീച്ചി മണ്ഡലം പ്രസിഡന്റ് പ്രനീഷ് നടുവിലവളപ്പിന്റെ നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റി ഉപവാസ സമരം പട്ടിക്കാട് സെന്ററിൽ നടന്നു. മണ്ഡലം ജനറൽ സെക്രട്ടറി അജി MP, ജയൻ പൂശ്ശേരി, മധ്യമേഖല വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, യുവമോർച്ച തൃശൂർ ജില്ലാ പ്രസിഡന്റ് സബീഷ് മരത്തിയൂർ, മണ്ഡലം സെക്രട്ടറിമാരായ സുബീഷ് ഇന്ദ്രവജ്ര, ധനി ഉത്തമർ, അജ്ലി സുഹാസ്, അരുൺ KV, സജു രാമകൃഷ്ണൻ, സുമേഷ്, സിജു, ബിനു അലക്സ്, ഫെബിൻ ഫ്രാൻസിസ്, സുനിത ശ്രീനിവാസൻ, പീച്ചി മണ്ഡലം പ്രഭാരി അഡ്വക്കേറ്റ് ഗുരുവായൂരപ്പൻ, കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് നടുവിലവളപ്പിൽ തുടങ്ങിയവരും സമാപനോദ്ഘാടനം കർഷക സംസ്ഥാന ജനറൽ സെക്രട്ടറി അജി ഘോഷ് നിർവഹിച്ചു. അതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ പ്രളയത്തിന്റെ സന്ദർഭത്തിൽ ദിവസങ്ങളോളം അടുപ്പിച്ച് മഴ ചെയ്ത് കേരളത്തിന്റെ പല ഭാഗത്തും വെള്ളക്കയറ്റം ഉണ്ടായപ്പോൾ, പ്രളയമുണ്ടായപ്പോൾ ആ ദിവസങ്ങളിൽ പീച്ചി ഡാം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തുറന്ന് വലിയ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യം. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുൻകരുതലെടുക്കാതെ, സുരക്ഷാ സംവിധാനങ്ങൾ എടുക്കാതെ, ഒന്നുമില്ലാതെ
എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന അർദ്ധരാത്രിയിൽ 10-18ഓളം ഡാമുകളും ഒരുമിച്ച് തുറക്കാൻ അന്നത്തെ ഗവൺമെന്റ് തയ്യാറായതിന്റെ പരിണത ഫലമായിരുന്നു അന്ന് കേരളം അനുഭവിച്ചത്. ഒരു നൂറ്റാണ്ട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയ ദുരന്തമായിരുന്നു 2018. ആ ദുരന്തം ഒരു മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് എന്ന് എല്ലാ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അന്ന് ഗവൺമെന്റ് പറഞ്ഞത് മഴയുടെ ലഭ്യത കൂടുതലുള്ളത് കൊണ്ടാണ്, കണക്കുകൂട്ടലിനപ്പുറത്ത് വലിയ തോതിൽ മഴ പെയ്തതുകൊണ്ടാണ്. ഘട്ടം ഘട്ടമായി മാലിന്യ സംസ്കരണ രംഗത്ത് തൃശൂർ കോർപ്പറേഷൻ പൂർണ്ണ പരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. ശക്തൻ OWC പ്ലാന്റ്, കുര്യച്ചിറ OWC പ്ലാന്റ്, DUDA റോഡിലെ OWC പ്ലാന്റ്, ശക്തൻ മാർക്കറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള ഇൻസുലേറ്റർ, വിവിധ ഭാഗങ്ങളിലെ 20ഓളം വരുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ എല്ലാം LDF ഭരണസമിതി വന്നതിനുശേഷം കെടുകാര്യസ്ഥത കൊണ്ട് അടച്ചുപൂട്ടിയെന്ന് രാജൻ ജെ പല്ലൻ പറഞ്ഞു. ഹോട്ടലുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ എവിടെയാണ് കോർപ്പറേഷൻ സംസ്കരണം നടത്തുന്നതെന്ന് മേയർ കാണിച്ചു തരണം. തൃശൂർ കോർപ്പറേഷനിൽ ഒരു സ്ഥലത്തു പോലും ഫുഡ് വേസ്റ്റ് സംസ്കരണ പദ്ധതിയില്ല. പിന്നെ എവിടെയാണ് സംസ്കരണ പ്ലാന്റ്? ഓരോ സ്ഥലങ്ങളിലും കോർപ്പറേഷൻ കുഴിച്ചു മൂടുകയാണ്. പന്നി ഫാമുകളിലേക്കും പണം വാങ്ങി നൽകുന്നുമുണ്ട്. തൃശൂർ കോർപ്പറേഷന്റെ സ്വരാജ് റോഡ് അടക്കമുള്ള രാജവീഥികൾ സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ തകർന്നു കിടക്കുകയാണെന്നും ശക്തൻ ബസ് സ്റ്റാൻഡിന്റെ ഒരു ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്യാതെ കോർപ്പറേഷൻ വാശി കാണിക്കുകയാണെന്നും രാജൻ ജെ പല്ലൻ ആരോപിച്ചു. ABC പദ്ധതിയുടെ പരാജയം മൂലം നൂറുകണക്കിന് നായകൾ തൃശൂർ കോർപ്പറേഷനിൽ പെരുകിയെന്നും വന്ധീകരണം നടത്തിയ പട്ടികൾ പോലും പ്രസവിച്ചുവെന്നും കൗൺസിൽ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. MG റോഡ് വികസനം, ജംഗ്ഷൻ വികസനങ്ങൾ ഒന്നും 9 വർഷമായി നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നും കക്കൂസ് മാലിന്യ സംസ്കരണത്തിനു വേണ്ടി പൂത്തോൾ വാങ്ങിയ 12 ഏക്കർ സ്ഥലത്തിന് നൽകിയ കോടിക്കണക്കിന് രൂപ നഷ്ടമായെന്നും തണ്ണീർത്തടം 12 ഏക്കർ വാങ്ങിയതിൽ വലിയ അഴിമതിയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി MP തൃശൂരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ കൗൺസിലിൽ പ്രമേയം കൊണ്ടുവരികയും ഉപനേതാവ് EV സുനിൽ രാജ്, ജോൺ ഡാനിയൽ പ്രമേയത്തെ പിന്താങ്ങുകയും ചെയ്തു. തുടർന്ന് നടുക്കളത്തിൽ ഇറങ്ങിയ കൗൺസിലർമാർ സുരേഷ് ഗോപിയുടെ ചിത്രം കീറിയെറിഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ ജലവിതരണ വിഭാഗത്തിൽ കേസ്മാർട്ട് വ്യാജ റെസീറ്റ് ഉണ്ടാക്കി അനധികൃതമായി വെള്ളക്കാരൻ പിടിച്ചെടുത്ത ഉദ്യോഗസ്ഥനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും ആയതിനെ കൂട്ടുനിന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും വിശദമായ റിപ്പോർട്ട് സഹിതം അടുത്ത കൗൺസിൽ വെക്കണമെന്നും നേതാവ് EV സുനിൽ രാജ് കൗൺസിലിൽ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, ജോൺ ഡാനിയേൽ, ഉപനേതാവ് EV സുനിൽ രാജ്, K രാമനാഥൻ, ജയപ്രകാശ് പൂവത്തിങ്കൽ, ലാലി ജെയിംസ്, മുകേഷ് കൂളപ്പറമ്പിൽ, ലീല വർഗീസ്, ആൻസി ജേക്കബ്, രന്യ ബൈജു, റിജി ജോയ്, സിന്ധു ആൻഡോ, സുനിത വിനു, നിമ്മി റപ്പായി, അഡ്വക്കേറ്റ് വില്ലി, സനോജ് പോൾ, മേഫി ഡെൽസൺ, എബി വർഗീസ് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. പിണറായി സർക്കാർ സ്ത്രീവിരുദ്ധ സർക്കാരാണെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല ആരോപിച്ചു. സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്ന പിണറായി സർക്കാരിനെതിരെയും തുടർച്ചയായ സ്ത്രീ പീഡന പരാതികൾ നേരിടുന്ന മുകേഷ് MLAക്കെതിരെയും മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ച രാവിലെ 11-ന് കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലാണ് പ്രതിഷേധം. അതിലെ പ്രസക്ത പേജുകളൊന്നും ഇന്ന് ആ റിപ്പോർട്ടിലില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വിവരാവകാശ കമ്മീഷനും പിന്നെ ഹൈക്കോടതിയുമൊക്കെ സുപ്രീം കോടതിയുമൊക്കെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഭാഗികമായിട്ടെങ്കിലും ഇത്തരത്തിലുള്ള ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകളിൽ നിന്ന് ചില കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നീന്തലടക്കം വിവിധ സ്പോർട്സ് ഫിറ്റ്നസ് മേഖലകളിൽ പരിശീലനം നൽകുന്ന അക്വാറ്റിക്സ് ക്ലബിൽ വേവ്സ് പാർട്ടി ഹാൾ ഉദ്ഘാടനം ചെയ്തു. അക്വാറ്റിക്സ് ക്ലബ്ബ് പോലുള്ള ഫാമിലി ക്ലബ്ബുകൾ പ്രകടമാക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധത മാതൃകയാക്കണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അഭിപ്രായപ്പെട്ടു. ശാരീരിക മാനസികാരോഗ്യം സംരക്ഷിക്കുവാൻ നടത്തവും നീന്തലും മറ്റ് സ്പോർട്സ് ഇനങ്ങളും ശീലമാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള അക്വാറ്റിക് ക്ലബിന്റെ ധനസഹായം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ക്ലബ് പ്രസിഡന്റ് ജോസ് പുതുക്കാടൻ കളക്ടർക്ക് കൈമാറി. സെക്രട്ടറി ജോഫി ജോസഫ്, ട്രഷറർ മൈക്കിൾ ആഞ്ചലോ, വൈസ് പ്രസിഡന്റ് ജോൺ ആലുക്ക,
ജോയിന്റ് സെക്രട്ടറി ഷിജു ലൂയിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നേരത്തെ ചെങ്ങാലൂർ ALP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തിരുന്നു. LED ലൈറ്റുകൾ കൊണ്ട് ആകർഷകമാക്കുകയും ശീതീകരിക്കുകയും ചെയ്ത വേവ്സ് പാർട്ടി ഹാൾ റൗണ്ട് ടേബിളുകൾ സഹിതം 250 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങളും സ്റ്റേജും ഒരുക്കിയിട്ടുണ്ട്. 1000 മെമ്പർമാരുള്ള അക്വാറ്റിക് ക്ലബിന് 100 ക്ലബ്ബുകളുമായി അഫിലിയേഷനുമുണ്ട്. തൃശൂരിലെ ആദ്യത്തെ നീന്തൽക്കുളം ഈ ക്ലബിലാണ്. നീന്തലിന് പുറമെ ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ടെന്നീസ്, ടേബിൾ ടെന്നീസ്, ബില്യാർഡ്സ് എന്നീ ഇനങ്ങളും പരിശീലനം നൽകുന്നുണ്ട്. ഈ വിഭാഗങ്ങളിലെ മത്സരങ്ങൾക്കുള്ള മികച്ച കോർട്ടുകളുമുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള മൾട്ടി ജിം, സ്പാ, സലൂൺ എന്നിവയുമുണ്ട്. 60 പേർക്ക് ഇരിക്കാവുന്ന മിനി കോൺഫറൻസ് ഹാൾ, ശീതീകരിച്ച 6 റൂമുകൾ, പെർമിറ്റ് റൂം, കാർഡ്സ് റൂം, 100 കാറുകൾക്ക് പാർക്കിംഗ് എന്നീ സൗകര്യങ്ങളുമുണ്ട്. വിദേശ രാജ്യങ്ങളിലെ പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ ചീഫ് എഞ്ചിനീയറായി 35 വർഷം പ്രവർത്തിച്ച് പരിചയ സമ്പത്തുള്ള ജോസ് പുതുകാടിന്റെ നേതൃത്വത്തിലാണ് മികച്ച നിലവാരത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ മോഡൽ CDSകളിൽ ധീരം സ്വയം പ്രതിരോധ പരിശീലനം ആരംഭിക്കുന്നു. സ്ത്രീകളിൽ സ്വയം പ്രതിരോധശേഷിയും ആത്മവിശ്വാസവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം നടത്തുന്നത്. പരിശീലന പരിപാടിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി തൃശൂർ കുടുംബശ്രീ രംഗശ്രീ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി വാടാനപ്പള്ളി, ഒരുമനയൂർ, പോർക്കുളം, പാറളം, വേളൂക്കര, ആളൂർ എന്നീ CDSകളിൽ തെരുവുനാടകം അവതരിപ്പിക്കുന്നു. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം വാടാനപ്പള്ളി CDSൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബായി നിർവഹിച്ചു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ബീന ഷെല്ലി അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK പ്രസാദ് വിഷയാവതരണം നടത്തി. കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ യു മോനിഷ, രംഗശ്രീ ഗ്രൂപ്പ് അംഗങ്ങളായ TR ശശികല, VK രാജേശ്വരി, PV ഷൈനി, നൂർജഹാൻ, സത്യ മാളിയേക്കൽ, ഐഷാബി ടീച്ചർ, ഷീല വേലായുധൻ തുടങ്ങിയവർ തെരുവുനാടകം അവതരിപ്പിച്ചു. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്.
റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വീണ്ടും വാർത്തയിലേക്ക്. അശരണരായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്നവർക്ക് ധനസഹായം നൽകുന്ന അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വനിതാ ശിശുവികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന അഭയകിരണം പദ്ധതിയുടെ ധനസഹായത്തിന് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും പ്രായപൂർത്തിയായ മക്കളില്ലാത്തവരും ഏതെങ്കിലും ബന്ധുവിന്റെ സംരക്ഷണയിൽ കഴിയുന്നവരുമായ വിധവകളായ സ്ത്രീകളെ സംരക്ഷിക്കുന്നവർക്ക് അപേക്ഷിക്കാം. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ 15. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അടുത്തുള്ള ICDS ഓഫീസുമായി ബന്ധപ്പെടുകയോ ചെയ്യുക. വെള്ളാനിക്കര മാടക്കത്ര ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ മിൽമ ഷോപ്പിന്റെ ഉദ്ഘാടനം സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ എറണാകുളം മേഖലാ ചെയർമാൻ MT ജയൻ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് T ശ്രീനിവാസൻ അധ്യക്ഷനായി. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ ആദ്യ വിൽപ്പന നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത്, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ജോജു സൈമൻ തുടങ്ങിയവർ സംസാരിച്ചു. KS മോഹൻദാസ് സ്വാഗതവും രേവതി ബിന്ദു നന്ദിയും അറിയിച്ചു. കർഷകരെ ഓർത്ത് ഈ ഭരണസമിതിയുമായുള്ള സംഭവത്തിന്റെ പേരിൽ മിൽമ ചില വിട്ടുവീഴ്ചകൾ ചെയ്ത് ഇവിടെ നിന്ന് പാല് സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പ്രസിഡന്റിനോട് പറയാനുള്ളത്, സംഘത്തിന്റെ നിലനിൽപ്പ് നോക്കുന്നതോടൊപ്പം മിൽമയിൽ ചോദ്യങ്ങൾ ഡോക്ടറുകളൊക്കെ ചോദ്യങ്ങൾ വരാതെയും കൂടി നോക്കണം. എല്ലാവർക്കും തന്നെ സ്ഥിതി. അപ്പോൾ നിങ്ങളിപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോഴും നിങ്ങൾക്കൊരു ആശങ്കയും വേണ്ട. നിങ്ങൾ വിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി തരുന്ന പാല് എന്തായാലും മിൽമ എടുക്കും, ഇല്ലേ? നമ്മളെടുക്കും. പക്ഷെ നിയമപരമായി നമുക്ക് ചില പരിമിതികളുണ്ട്. നിങ്ങൾ കർഷകരൊക്കെ സഹകരിച്ചാൽ മാത്രമേ പ്രസിഡന്റിന് എനിക്കൊരു ഉറപ്പ് നൽകാൻ കഴിയുള്ളൂ. ഞാൻ ഇപ്പോൾ ഉറപ്പ് ചോദിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇപ്പോൾ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ നെയ്യൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ നല്ല വിൽപ്പന. കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ഭാരതീയ ജനതാ പാർട്ടി അംഗത്വം എത്തിച്ചേരണമെന്ന് MT രമേശ്. ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ രാജ്യത്തെ ഉത്തമ മാതൃകയാണ് ഭാരതീയ ജനതാ പാർട്ടിയെന്നും MT രമേശ് അഭിപ്രായപ്പെട്ടു. കൃത്യമായ അംഗത്വ വിതരണവും തുടർന്ന് സംഘടനാ തിരഞ്ഞെടുപ്പും നടത്തുന്ന ജനാധിപത്യ പ്രക്രിയ നടത്തുന്ന രാജ്യത്തെ ഏക പ്രസ്ഥാനമാണ് BJP എന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശൂർ നമോ ഭവനിൽ ഭാരതീയ ജനതാ കർഷക മോർച്ച മെമ്പർഷിപ്പ് സംസ്ഥാനതല ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ അധ്യക്ഷത വഹിച്ചു. BJP മേഖലാ പ്രസിഡന്റും കർഷക മോർച്ച മെമ്പർഷിപ്പ് സംസ്ഥാനതല കമ്മിറ്റി അംഗവുമായ K സോമൻ വിഷയാവതരണം നടത്തി. BJP തൃശൂർ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി KR അജി ഘോഷ് സംസ്ഥാന തലത്തിൽ നടത്തുന്ന മെമ്പർഷിപ്പ് വിതരണത്തെക്കുറിച്ച് സംസാരിച്ചു. BJP അംഗത്വ വിതരണത്തെക്കുറിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി KT വിപിൻ സംസാരിച്ചു. കർഷക മോർച്ച തൃശൂർ ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് സ്വാഗതവും സംസ്ഥാന സമിതി അംഗം സുനിൽ കളമശ്ശേരി കൃതജ്ഞതയും രേഖപ്പെടുത്തി. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത 30 വീടുകൾ വെച്ചുകൊടുക്കുന്ന പരിപാടിയുടെ ധനസമാഹരണത്തിന്റെ ഭാഗമായി മാടക്കത്ര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ ഹിന്ദ് സ്വരാജ് ബുക്ക് ചലഞ്ചിന് തുടക്കമായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C പ്രമോദ്, മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും DCC ജനറൽ സെക്രട്ടറിയുമായ സുന്ദരൻ കുന്നത്തുള്ളിക്ക് ഹിന്ദ് സ്വരാജ് കൈമാറിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ധനിഷ് K ദാസ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അരുൺ പുത്തൻപുരയ്ക്കൽ മുഖ്യാതിഥിയായി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ ജെയിൻ സജീവ്, അനീറ്റ മത്തായി, നിരഞ്ജൻ KP എന്നിവർ സംബന്ധിച്ചു.
തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. അമ്മയ്ക്കായി ഒരു മരം പരിപാടിക്ക് തുടക്കമായി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജൂൺ 5-ന് ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് അമ്മയ്ക്കായി ഒരു മരം പ്രചരണാർത്ഥ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. രാജ്യത്തുടനീളം 140 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനാണ് ശ്രമം. പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്കായി ഒരു മരം പ്രചരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഓഗസ്റ്റ് 29-ന് തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് അഗ്രികൾച്ചറൽ ടെക്നോളജി ആപ്ലിക്കേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ ഡയറക്ടർ ഡോക്ടർ വി വെങ്കിട്ട സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ ലുധിയാന സോണൽ ഡയറക്ടറായിരുന്ന ഡോക്ടർ എസ് പ്രഭുകുമാർ, കേരള കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന വിഭാഗം ഡയറക്ടർ ഡോക്ടർ ജേക്കബ് ജോൺ, തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ മേരി റജീന, കേരളത്തിലെ വിവിധ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലെ മേധാവികളും ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന സഹായഹസ്തം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിൽ താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ധനസഹായമായി 30,000 രൂപ അനുവദിക്കുന്ന പദ്ധതിയാണ് സഹായഹസ്തം. അപേക്ഷകരുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 1. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പീച്ചി ഡാമിൽ നിന്ന് പരിധിയിൽ കൂടുതൽ വെള്ളം തുറന്നുവിട്ട് ദുരിതം ബാധിച്ചവർക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. മാലിന്യ സംസ്കരണ രംഗത്ത് തൃശൂർ കോർപ്പറേഷൻ പൂർണ്ണ പരാജയമാണെന്ന് UDF നേതാവ് രാജൻ ജെ പല്ലൻ. പിണറായി സർക്കാർ സ്ത്രീവിരുദ്ധ സർക്കാരാണെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല. പീച്ചി ഡാം അനിയന്ത്രിതമായി തുറന്നുവിട്ട് ജനങ്ങളെ വെള്ളത്തിൽ മുക്കി വൻ നാശനഷ്ടം സൃഷ്ടിച്ച സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് BJP പീച്ചി മണ്ഡലം കമ്മിറ്റി നടത്തിയ ഉപവാസ സമരം MT രമേശ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.